ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജിയിൽ എന്താണ് വരുന്നത് നോക്കാം. ത്രീ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഹെറോപ്പൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം തീരുമാനിച്ച് പുറപ്പെട്ടതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എവിടെ ഉണ്ടെങ്കിലും ശരി, ആൾ നിങ്ങളിലേക്ക് പുറപ്പെട്ട് കഴിയുന്ന ഒരു ആൾ തീരുമാനിച്ച് ഉറപ്പിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു കാര്യത്തിൽ ഇവർ തീരുമാനം എടുത്തിട്ടുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതുകൂടാണ്ട് ഈ ഒരു വ്യക്തി അബ്രോഡായിരിക്കാം, എവിടെയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. നമുക്കിവിടെ ഒരു മാരേജൊക്കെ നിങ്ങൾക്കിടയിൽ വരാൻ പോകുന്നു, ഒരു മാരേജ്, ഒരു റിയൂണിയൻ. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെ ലൈഫ് ലോങ് മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമാണ് എന്നാണ് മാസ്റ്റർ ഡെക്കിൽ മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഒരുപാട് സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി സ്നേഹമാണ് നിങ്ങളോട് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങൾക്കിടയിൽ നല്ല തടസ്സങ്ങളൊക്കെ ഉള്ള ഒരു ബന്ധമാണിത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. എന്തൊക്കെയോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഈ ഒരു ബന്ധത്തിൽ നടന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വ്യക്തി എത്രയും പെട്ടെന്നായിരിക്കും നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് കേട്ടോ. ആദ്യം തന്നെ കിട്ടിയത് അത് തന്നെയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ ത്രീ ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ബന്ധത്തിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയാണ് ഇതിന് കാരണം. അതുമൂലം നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ കൂടിയൊക്കെ പോയ ഒരു ബന്ധമാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഒരു വ്യക്തി കാരണം പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. പല തടസ്സങ്ങൾ, വഴക്കുകൾ ഒക്കെ നടന്ന ഒരു ബന്ധമായിട്ട് കാണുന്നുണ്ട് ഇത്. ഇതുണ്ടോ, കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നല്ല ഈഗോ ഉള്ള വ്യക്തിയാണ്. കടുംപിടുത്തം, ദേഷ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയാണ് ഇതിന് മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി ചില സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയെ, ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളെ അല്ലായിരുന്നു, കൂടുതലും തേർഡ് പാർട്ടിയെ ആയിരുന്നു ഈ വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത്. അത് നിങ്ങളെ വേദനിപ്പിച്ച് കാണും ഒരുപാട്. പക്ഷെ ഇപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചില സാഹചര്യത്തിൽ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ പോയതായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നത് ആയിരിക്കാം ശരിയെന്നുള്ള ഭാവത്തിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത്. ഒരുപാട് മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളാണ് ലോകം അവരുടെ. നിങ്ങളുമായിട്ടുള്ള യാത്ര മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം, അതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് കാണുന്നത്. പക്ഷേ ഏസ് ഓഫ് പെൻറ്റിക്കിൾസാണ് വന്നിരിക്കുന്നത്, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഒരു
ക്ലാരിറ്റി ഇല്ലാത്തൊരു രീതിയിലായിരിക്കണം ഇത് പോയിരുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരുന്നിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി. ഇത് തന്നെയാണ്, നല്ല അതിശക്തമായ തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിലേക്ക് വരുമ്പോഴും ഇപ്പോഴും മനസ്സിൽ എവിടേക്കോ കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക് കേട്ടോ. പക്ഷേ വീൽ ഓഫ് ഫോർച്യൂൺ അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആളിപ്പോൾ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും തേർഡ് പാർട്ടി മുഴുവനായിട്ടും ഒഴിഞ്ഞു മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും പല തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പല പ്രശ്നത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് ബന്ധം. പക്ഷെ നിങ്ങളെ വിട്ടും പിരിയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം വേറെയും ഉണ്ട് ആൾക്ക്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ആൾക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്. പക്ഷെ ഇപ്പോഴും ആളൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു മാറ്റം ആൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ ഭയങ്കര സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് വളരെ ഡൗൺ ആണ് ആൾ കേട്ടോ, ഓക്കെ അല്ല ശരിക്കും. പക്ഷേ എന്നിരുന്നാലും ആൾ ഇതിനൊരു ശ്രമം നടത്താൻ പോകുന്നു എന്നതാണ് കാണുന്നത്. പക്ഷെ ആളുടെ ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളിൽ നിന്ന് വിട്ടു പോയതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ ശേഷമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ മറ്റൊരു വശം തിരഞ്ഞെടുത്തിൻ്റെ ഭാഗമായിരിക്കാം. ഒരുപാട് കർമ്മ ആൾ നേരിട്ട് കഴിഞ്ഞു എന്നാണ് കാണുന്നത്. ആളുടെ സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുഖേന ഒരുപാട് വേദനകൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ആൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആളെ ഒരുപാട് തളർത്തി കളഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രശ്നത്തിൽ കൂടെയൊക്കെയാണ് അവരും കടന്നു പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഇവരുടെ കരിയറിലൊക്കെ സക്സസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവരിങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോയത്. കാരണം ഇപ്പോൾ കരിയറിലൊക്കെ വീണ്ടും ശ്രദ്ധ കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. നിങ്ങളോടുള്ള ആ സ്നേഹം ഒരു സമയത്ത് ഒരുപാട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നിങ്ങൾ ആ സമയത്തൊക്കെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. സ്നേഹം ഉണ്ടായിട്ടും അതൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ അടുത്ത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല, ഒരുപാട് ഇഷ്ടം തന്നെയുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഫാമിലി, ഇതൊരു ഹസ്ബൻഡ് വൈഫായിരിക്കാം. ചില നേരത്ത് ആ ഒരു സമയത്ത് അതുപോലും മറന്നിട്ടുണ്ടായിരുന്നു അവർ, നിങ്ങളെ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻസ് പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന കണക്ഷൻ തന്നെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, നിങ്ങളെ വേണ്ടെന്ന് പറയുക, നിങ്ങൾക്ക് വേണ്ട നീതി തരാതിരിക്കുക, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുക, നിങ്ങളെ അങ്ങേയറ്റം തളർത്തി കളയുക. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ മൂലം. പക്ഷെ ഇത് കണ്ടോ, ജസ്റ്റിസാണ്, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഒരു നീതിയാണ്. അപ്പോൾ ഈ ഒരു നീതി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തീർത്തും നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന ഒന്നും തരാതെ ഇരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ വേണം. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് ഒരു നീതി തരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ടവറാണ്. അപ്പോൾ ഇതൊരു വലിയൊരു തകർച്ചയിലുള്ള ഒരു ബന്ധം തന്നെയാണ്, ഒരു തകർച്ച നേരിട്ട് കഴിഞ്ഞ ഒരു ബന്ധമാണിത്, അല്ലെങ്കിൽ ഒരു വലിയൊരു തകർച്ച ഇത് കാരണം നിങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പം അതിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ വില മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ കെയർ ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കുട്ടിനെ പോലെ കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരു സമയത്തുന്ന സമയത്ത് ഇതൊന്നും അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അങ്ങേയറ്റം നിങ്ങളെ തളർത്തിയിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടാണ് അവരിപ്പോൾ തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണെങ്കിലും ശരി, ആ ഒരു വ്യക്തി ഇപ്പോൾ ഇതൊക്കെ കുറ്റബോധമുണ്ട് കേട്ടോ, ആൾക്ക് നല്ല കുറ്റബോധം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു വ്യക്തി ഇപ്പോൾ തീർത്തും ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ വിചാരിക്കുക ഒഴിഞ്ഞിട്ടാണ് അവർ വരുന്നതെന്ന്. അവരുടെ മനസ്സിന് ഭയങ്കര കുറ്റബോധമാണ്, ഒരു ഹീലാകാൻ വേണ്ടിയാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. തീർത്തും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സാഹചര്യത്തിലും അവരുടെ മനസ്സിൽ ഈ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടില്ല. എന്നാൽ തേർഡ് പാർട്ടിയിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ചീറ്റിംഗ് എനർജിയാണ് ആൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, കർമ്മയാണത്. അപ്പോൾ നിങ്ങളുടെ വില ശരിക്കും ആൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളെ തിരിച്ചു പിടിക്കാനാണ് ആൾ ശ്രമിക്കുന്നത്. ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടുമില്ല. എന്നാൽ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെയാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെ ശ്രമം നടത്തുന്നത്.
കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടി ഇങ്ങനെ ഒഴിഞ്ഞു മാറാതിരിക്കുമ്പോൾ ഇത് വീണ്ടും ഈ പ്രശ്നത്തിലേക്ക് വരാം. ഇവിടെ കണ്ടോ, ഇവിടെ ജസ്റ്റിസാണ്, അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഇത് വീണ്ടും ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് നീതി തരാൻ വേണ്ടിയല്ല അവർ വരുന്നത്. അത് വീണ്ടും അതൊരു പ്രശ്നത്തിലായിട്ട് വീണ്ടും അത് മുന്നോട്ട്, കാരണം അവർക്കൊന്ന് ഹീലായി കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചു പോകാനായിരിക്കാം വരുന്നത് കേട്ടോ. കാരണം ഇവരുടെ സാഹചര്യത്തിൽ ആൾക്ക് ഒരുപാട് വേദനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം. അപ്പം അതൊന്ന് ഹീലായി കിട്ടണം അവർക്ക്. അവരുടെ കരിയറിലൊന്നും ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. മലപ്പുറം, ബ്ലൂ ബ്യൂട്ടീഷ്യൻ, കോഴിക്കോട്, പത്തനംതിട്ട, സോഷ്യൽ വർക്കറായിരിക്കാം, ഗൾഫ് രാജ്യം, നവംബർ, ലെറ്റർ എ, ഏപ്രിൽ, മകം, എം ലെറ്റർ ഡബ്ല്യു ഒ, ജൂലൈ, മിറാക്കിൾസ് സംഭവിക്കും എന്ന് കാണുന്നുണ്ട്. മൂലം നക്ഷത്രം, യെല്ലോ കളർ, പുണർത്തം, ജൂൺ മാസം, ആർട്ടിസ്റ്റ് ആയിരിക്കാം. 11 നിങ്ങൾ കാണുന്നുണ്ടാകാം. 25, 16, 27, 29, ലെറ്റർ എസ് ആണ് വന്നിരിക്കുന്നത്. 9, ഗ്രീൻ കളർ. ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്